നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ മൂടില്ലേ? പുസ്തകം തുറന്നാൽ ഉറക്കം വരുന്നോ? കുറച്ചു നേരം ഇരുന്നാൽ ദേഷ്യം വരുന്നുണ്ടോ? എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടോ? അപ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്നത് എങ്ങനെയാണ്? മടിയാണോ? മൊബൈൽ മാത്രം മതിയല്ലേ? ഇങ്ങനൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഇത്ര പറഞ്ഞിട്ടും എന്താണ് കുട്ടി പഠിക്കാത്തത്? പക്ഷേ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നമ്മൾ ഒരു കാര്യം കൂടി പരിശോധിക്കണം. കുട്ടിയുടെ ശരീരത്തിന് പഠിക്കാനുള്ള ഊർജം ലഭിക്കുന്നുണ്ടോ? കുട്ടിയുടെ പ്രായത്തിനും കളിക്കും സ്കൂൾ പ്രവർത്തനങ്ങൾക്കും പഠനത്തിനും അനുസരിച്ചുള്ള ഭക്ഷണവും വെള്ളവും വിശ്രമവും ശരിയായി ലഭിക്കാത്തപ്പോൾ കുട്ടിക്ക് ശാന്തമായി ഇരുന്ന് ശ്രദ്ധയോടെ പഠിക്കുന്നത് ബുദ്ധിമുട്ടാകും. വിശന്നിരിക്കുന്ന കുട്ടിയോട് പഠിക്കാൻ പറയുമ്പോൾ അവന്റെ മനസ്സ് പുസ്തകത്തിലായിരിക്കില്ല. ദാഹിച്ചിരിക്കുന്ന കുട്ടിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമാകും. വളരെ ക്ഷീണിച്ചിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. ഉറക്കം മതിയായില്ലെങ്കിൽ ഓർമ്മിക്കാനും മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. ഇത് മടിയല്ല, ചിലപ്പോൾ ശരീരം നൽകുന്ന ചെറിയ ചെറിയ സന്ദേശങ്ങളാണ്. എനിക്ക് ഊർജം വേണം, എനിക്ക് വെള്ളം വേണം, എനിക്ക് കുറച്ച് വിശ്രമം വേണം. കുട്ടി പഠിക്കാനിരിക്കുന്നതിന് മുൻപ് ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കൂ. 1. കുട്ടി സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? 2. കുട്ടി ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ? 3. കളിച്ചും യാത്ര ചെയ്തും കുട്ടി ക്ഷീണിച്ചിട്ടുണ്ടോ? 4. മതിയായ ഉറക്കം ലഭിച്ചിട്ടുണ്ടോ? ഈ 4 കാര്യങ്ങളും കുട്ടിയുടെ കാര്യത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുക യെസ് എന്ന്. പഠിക്കാനിരിക്കുന്നതിന് മുൻപ് അമിതമായ എണ്ണയുള്ളതോ വളരെ ഭാരമുള്ളതോ ആയ ഭക്ഷണം കൊടുത്താൽ കുട്ടിക്ക് ഉറക്കം വന്നേക്കാം. അതേസമയം ഭക്ഷണം ഒഴിവാക്കി പഠിക്കാനിരുത്തിയാൽ വിശപ്പും അസ്വസ്ഥതയും ശ്രദ്ധയെ ബാധിക്കാം. അതുകൊണ്ട് വീട്ടിൽ ലളിതമായൊരു ഭക്ഷണക്രമം ഉണ്ടാക്കേണ്ടതുണ്ട്. സ്കൂളിൽ നിന്ന് വന്നാൽ കുട്ടിക്ക് അല്പസമയം വിശ്രമം ആവശ്യമാണ്. വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കണം. ആരോഗ്യകരമായ ചെറിയ ഭക്ഷണം നൽകണം. കുറച്ചുനേരം കളിക്കാനോ ശരീരം ചലിപ്പിക്കാനോ അനുവദിക്കണം. ശേഷം ശാന്തമായി പഠിക്കാനിരുത്തുക. കുട്ടിയുടെ വെള്ളക്കുപ്പി അടുത്ത് വയ്ക്കാം. പഠനത്തിനിടയിൽ ചെറിയ ചെറിയ ഇടവേളകൾ നൽകാം. വിശപ്പും ദാഹവും ക്ഷീണവും കൂടുമ്പോൾ കുട്ടിയെ ശകാരിക്കാതെ ആദ്യം കുട്ടിയുടെ ശരീര ആവശ്യങ്ങൾ മനസ്സിലാക്കുക. ഓരോ കുട്ടിയുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. പ്രായം, ശരീരഘടന, ആരോഗ്യം, കളിയുടെ അളവ്, സ്കൂൾ സമയം എന്നിവയനുസരിച്ച് ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ആവശ്യം മാറാം. അതുകൊണ്ട് മറ്റൊരു കുട്ടിയുമായി താരതമ്യം ചെയ്യാതെ നിങ്ങളുടെ കുട്ടിയുടെ ശരീരം നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കുക. ഓർക്കുക, പഠിക്കാൻ മൂടുണ്ടാകാൻ പ്രചോദനം മാത്രം പോരാ. പോഷകാഹാരം, ആവശ്യമായ വെള്ളം, ഉറക്കം, വിശ്രമം, ശാന്തമായ വീട്ടന്തരീക്ഷം ഇവയെല്ലാം വേണം. അതിനാൽ അടുത്ത തവണ കുട്ടി എനിക്ക് പഠിക്കാൻ മൂടില്ല എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ മടിയൻ എന്ന് വിളിക്കരുത്. ശാന്തമായി ചോദിക്കൂ, വിശക്കുന്നുണ്ടോ? വെള്ളം കുടിച്ചോ? ക്ഷീണമുണ്ടോ? 5 മിനിറ്റ് വിശ്രമിച്ചിട്ട് പഠിക്കാൻ പറ്റുമോ? കുട്ടിയെ കുറ്റപ്പെടുത്താതെ കുട്ടിയുടെ ശരീരത്തെയും മനസ്സിനെയും പഠനത്തിനായി തയ്യാറാക്കുക. ശാന്തമായ ശരീരം, സുരക്ഷിതമായ മനസ്സ്, പഠിക്കാനുള്ള വീട്ടന്തരീക്ഷം. അപ്പോഴാണ് സന്തോഷകരമായ പഠനം സാധ്യമാകുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ മറ്റൊരു അച്ഛനും അമ്മയ്ക്കും കൂടി അയച്ചു കൊടുക്കുക. കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കാതെ പഠിപ്പിക്കാൻ തയ്യാറാക്കേണ്ടതുണ്ട് നമുക്ക്. നിങ്ങളുടെ അഭിപ്രായം വിലയേറിയതാണ്. കമന്റ് ബോക്സിലേക്ക് അഭിപ്രായങ്ങൾ എഴുതുക. നാളെ മറ്റൊരു വിഷയവുമായി വരാം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കണം. അത് ഓർമ്മിക്കുക എപ്പോഴും.